സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 75.55% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലുമായി 73.51% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 7 വടക്കൻ ജില്ലകളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത്. മികച്ച വിജയം നേടാനാകും എന്നാണ് മുന്നണികളുടെ ആത്മവിശ്വാസം. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഒരു മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണം. ഇനി ഫലമറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74% വളരെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രണ്ടാം ഘട്ടമായ ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസും നടി ആക്രമിക്കപ്പെട്ട സംഭവവും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി. വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്ത് UDF ബൂത്ത് ഏജന്റിനും പട്ടുവത്ത് LDF ബൂത്ത് ഏജന്റിനും മർദ്ദനമേറ്റു. പാലക്കാട് വണ്ടാഴി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി സജിത വിപിനെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി നൽകി. മലപ്പുറം മൊറയൂരിൽ സഹോദരന്റെ വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടി. വടക്കാഞ്ചേരി നഗരസഭ 20-ാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. കാസർഗോഡ് കുമ്പടാജയിൽ LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി K പ്രകാശിന്റെ വീടിന് സമീപത്ത് നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തി. കാസർഗോഡ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 6-ാം വാർഡിൽ മദ്യപിച്ചെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥനെ മാറ്റി. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ലോട്ടറി വിൽപ്പന തൊഴിലാളി KP സുധീഷാണ് മരിച്ചത്. UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റിയിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് 11-ാം വാർഡിൽ വിവാഹ വസ്ത്രത്തിൽ വധു വോട്ട് ചെയ്യാനെത്തിയത് കൗതുകമായി. ജിൻഷിതയാണ് വോട്ട് ചെയ്യാനെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.